മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഒക്ടോബറിലോ നവംബറിലോ ടീം എത്തില്ലെന്നാണ് സൂചന. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ച സ്പോൺസർ ഇനിയും തുടരും എന്നുള്ളതാണ് വിവരം. അർജുൻ രാജ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, അപ്പോൾ മെസ്സി ഉടൻ എത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മെസ്സിയുടെ ഇന്ത്യൻ പര്യടനത്തിൽ, ഡിസംബറിൽ എത്തുന്ന മെസ്സിയുടെ ഇന്ത്യൻ പര്യടനത്തിൽ കൊൽക്കത്തയിൽ ഇറങ്ങുന്ന മെസ്സി ബംഗാൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ കാണുന്നു, അവിടെ താരങ്ങളെ കാണുന്നു, ദാദയെ കാണുന്നു, ഗാംഗുലിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം മുംബൈയിലേക്ക് പോകുന്നു, ക്രിക്കറ്റിംഗ് ലെജൻസിനെ കാണുന്നു, ഒരുപക്ഷെ സച്ചിനെയും കണ്ടേക്കും. നേരെ അവിടെ നിന്ന് ഡൽഹിക്ക് പോയി മോദിയെയും കാണുന്നു, ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെയും കാണുന്നു. ആ ലിസ്റ്റിൽ കേരളമില്ല. അപ്പോൾ ഈ വർഷം ഇനി വരവ് സാധ്യമാണോ? ഈ വർഷത്തെ മെസ്സിയുടെ വരവിലാണ് അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നത്. ബിനിൽ, നേരത്തെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ വരുമെന്നുള്ള സൂചനയും പ്രഖ്യാപനവുമാണ് കായിക വകുപ്പ് നടത്തിയിരുന്നത്. ആ തരത്തിലാണ് ചർച്ചകളും പുരോഗമിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ആ വരവിൽ ചില അനിശ്ചിതത്വങ്ങളുണ്ടെന്ന് ഈ സ്പോൺസർമാർ തന്നെ കായിക വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരാനുള്ള ഒരു വിസമ്മതം അർജന്റീന ടീം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലേക്ക് വരുന്ന മെസ്സിയുടെ ഷെഡ്യൂൾ ഏറെക്കുറെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ചില നഗരങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നു. ചില പരിപാടികളിൽ മുംബൈയും കൊൽക്കത്തയും ഉൾപ്പെടെയുള്ള ഡൽഹി ഉൾപ്പെടെയുള്ള ചില നഗരങ്ങളിലൊക്കെ അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കും. പക്ഷേ ആ ലിസ്റ്റിലൊന്നും കേരളമില്ല എന്നുള്ളതാണ് ഈ അനിശ്ചിതത്വത്തിൻ്റെ ആഴം കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വരവ് എന്നുണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു സ്ഥിരീകരണം വരേണ്ടത്. നമുക്കറിയാം, ഈ ഡിസംബറിലെ വരവിൽ അതിൽ കേരളത്തെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് സ്പോൺസർമാർ. ആ തരത്തിലുള്ള ചർച്ച അതിന് ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തും. അങ്ങനെ അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെയുള്ള പ്രതീക്ഷ ജനുവരിയിൽ മാത്രമാണ്. ജനുവരിയിൽ കളി നടത്താൻ കഴിയുമോ, കേരള സന്ദർശനം നടത്താൻ കഴിയുമോ എന്നുള്ള ചർച്ചയും നടത്തുമെന്നുള്ളതാണ് സ്പോൺസർമാർ കായിക വകുപ്പിനെ ആ തരത്തിലുള്ള ചർച്ചയാണ് നടത്തുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കായിക വകുപ്പ് എന്തായാലും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെ വരണമെന്നൊരു ആഗ്രഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനാണ്. അവർ സമ്മതിച്ചില്ലെങ്കിൽ ഈ വർഷം ആ വരവ് ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനുവരിയിലേക്ക് ഈ ചർച്ച നീളും. ജനുവരിയിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ജൂണിൽ ലോകകപ്പ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശീലന മത്സരങ്ങളും മറ്റ് ചില സൗഹൃദ മത്സരങ്ങളുമൊക്കെ, ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള പരിശീലനമൊക്കെ അർജന്റീൻ ഫുട്ബോൾ ടീമിന് നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ലോകകപ്പിന് തൊട്ട് മുൻപായി ഇങ്ങനെ സൗഹൃദ സന്ദർശനത്തിലേക്ക് അർജന്റീൻ ടീം മാറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനുവരിയിൽ അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും അനിശ്ചിത കാലത്തേക്ക് നീളാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനുവരിയിൽ തട്ടി അല്ലെങ്കിൽ ജനുവരിയിൽ തന്നെ ആ ചർച്ച ജനുവരിയിൽ തന്നെ സന്ദർശനം സാധ്യമാക്കാനുള്ള ശ്രമമായിരിക്കും ഇനി അർജന്റീൻ ഫുട്ബോൾ ടീമിൻ്റെ ഈ സ്പോൺസർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വർഷത്തേക്ക് അർജന്റീൻ ഫുട്ബോൾ ടീം വരില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അർജന്റീൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു വിമുഖത തന്നെയാണ്. ഈ സമയത്ത് കേരളത്തിലേക്ക് വരുന്നുള്ള വിമുഖതയാണ് ഉള്ളത്. സ്പോൺസർമാർ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആദ്യ ഗഡു തുക ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ചർച്ച ഇപ്പോൾ എന്തായാലും പുരോഗമിക്കുന്നത് കുറച്ചുകൂടി സമയമെടുത്ത് ഉള്ള സന്ദർശനമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കില്ല അതെന്നാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. ഉറപ്പായും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മെസ്സി എത്തില്ല എന്ന് തന്നെയാണ് സൂചനകളിലൂടെ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തരമായ നീക്കങ്ങൾ സംഭവിക്കണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് മന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അർജുൻ രാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.